നമ്മുടെ ഈ ഒരു ലോകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു റെക്കഗ്നിഷൻ, ഒരു സ്റ്റാറ്റസ്, നമ്മളൊരു ബ്രാൻഡായിട്ട് മാറണം എന്നുള്ളൊരു ചിന്തയിൽ മുന്നോട്ട് പോകുന്ന ഒരു തലമുറയുടെ ഭാഗമാണ് നമ്മൾ. എങ്ങനെയുമെങ്കിലുമൊക്കെ ഒരു പേര് എടുക്കണം. അത് നെഗറ്റീവായിട്ടാണെങ്കിലും പോസിറ്റീവായിട്ടാണെങ്കിലും നമ്മൾ അറിയപ്പെടണമെന്നൊരു ചിന്തയോടുകൂടെ മുന്നോട്ട് പോകുന്നൊരു തലമുറയാണ് നമ്മുടേത്. അപ്പം ഇങ്ങനൊരു ലോകത്ത് സുവിശേഷം നൽകുന്ന പാഠം എന്താണ് എന്നുള്ളൊരു തിരിച്ചറിവ്, ഒരു ബോധ്യമുണ്ടാക്കിയെടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇതിനൊരു ഉദാഹരണം മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോ ഒരു 3 പ്രാവശ്യത്തോളം ഈ അധ്യായത്തിന് മുമ്പായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് താൻ പീഡകൾ അനുഭവിക്കും, കുരിശിൽ തറക്കപ്പെട്ട് മരിക്കപ്പെടും എന്നുള്ള പ്രവചനം ഈശോ തൻ്റെ ശിഷ്യന്മാരോട് നടത്തുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ കാണുന്നത് ഈ സെബദീ പുത്രന്മാരുടെ അമ്മ, യാക്കോബിൻ്റെ യോഹന്നാൻ്റെ അമ്മ ഈശോയുടെ അടുക്കൽ വന്നിട്ട് ഈശോയെ വണങ്ങിക്കൊണ്ട് ചോദിക്കുകയാണ്, അങ്ങയുടെ രാജ്യത്തിൽ എൻ്റെ ഈ 2 മക്കളെയും, ഒരാളെ വലതുഭാഗത്തും ഒരാളെ ഇടതുവശത്തും ഇരുത്തണം. ഈശോ അതുവരെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ ആരോടാണ് പറഞ്ഞത് എന്നൊരു ചിന്തയിലേക്ക് ആ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകാം. കാരണം ഈശോ അവസാനിപ്പിച്ച ജസ്റ്റ് ഒരു വാക്യം മുമ്പ് വരെ അവസാനിപ്പിച്ച കാര്യങ്ങൾ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ സെബദീ പുത്രന്മാരുടെ അമ്മ ഇങ്ങനൊരു കാര്യം ഈശോയോട് പറയുകയാണ്. അതിൽ മറ്റു ശിഷ്യന്മാർക്ക് അമർഷവും ഈ 2 പേരോട് തോന്നുന്നുണ്ട്. കാരണം അവർക്കും ഇങ്ങനെ ഒരു സ്ഥാനം ലഭിക്കണമെന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം വെച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യരാണ് ശിഷ്യന്മാരെല്ലാവരും. അവിടെ ഈശോനാഥൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നൊരു പാഠമെന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആകരുത് എന്നുള്ളൊരു പാഠമാണ്. അതായത് നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ഒരു ദാസൻ ആയിരിക്കണം. നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ഒരു കെനോസിസ്, അതായത് സ്വയം ഇല്ലായ്മ ചെയ്യുന്ന ക്രിസ്തുവിനെ പറ്റിയിട്ട് പറഞ്ഞു വയ്ക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ ആ ഒരു തലത്തിലേക്കാണ് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെയും നമ്മളെയും ഒക്കെ വിളിക്കുന്നത്. സ്വയം താന്നുകൊടുത്ത്, സ്വയം ദാസനായി നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു വ്യക്തികളായി മാറാനായിട്ടുള്ളൊരു വിളി. ആ ഒരു വിളിയാണ് ഈ ഒരു അധ്യായത്തിലും യേശുനാഥൻ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവർ ഒരു ദാസനായി മാറുക. അപ്പോൾ ക്രിസ്തീയ ജീവിതം ഒരിക്കലും വലിയ നേട്ടങ്ങൾ കൊയ്യാനായിട്ടുള്ള ഒരു ഉപാധിയല്ല, അല്ലെങ്കിൽ ഒരു കാര്യമല്ല. നേരെ മറിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാനുള്ളൊരു വിളിയാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളൊരു ബോധ്യം രൂപപ്പെടുത്തിയെടുക്കാൻ ഈ അധ്യായം നമ്മളെ സഹായിക്കും. ഈശോ കടന്നുപോയ അതേ വഴിയിലൂടെ തന്നെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ക്രിസ്ത്യാനികളെന്നറിയപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവൻ നടന്നുപോയ വഴിയിലൂടെ നടക്കാനായിട്ട് നമുക്ക് പഠിക്കാം, അതിനുവേണ്ടി പരിശ്രമിക്കാം. അതിന് യേശുനാഥൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.